മസ്തൂർ യൂണിയൻ ഇതിൽ നല്ല പങ്ക് വഹിച്ചിട്ടുണ്ട്. ശിവായമായിരുന്നു അതിൻ്റെ ജനറൽ സെക്രട്ടറി. PRUവിൻ്റെ സോണൽ തലത്തിൽ ആയിരുന്നു നമ്പ്യാർ. അതുപോലെ അന്നത്തെ ജനറൽ സെക്രട്ടറി പെരുവിനായക സ്വാമി, രാമദാസ് അന്ന് അസിസ്റ്റന്റ് ജനറൽ സെക്രട്ടറിയാണ്. പിന്നെ പാലക്കാട് ഡിവിഷനിലെ ഈ NCCRSന്റെ ഡിവിഷണൽ ജോയിന്റ് കൺവീനർ എന്നാണ്. അതിൽ മസ്തൂർ യൂണിയൻ്റെ P. രാമേന്ദ്രൻ മസ്തൂർ യൂണിയൻ്റെ ഡിവിഷണൽ സെക്രട്ടറി ആയിരുന്നു. PRUവിൻ്റെ PV രാമദാസ് ജോയിന്റ് കൺവീനർ, 2 കൺവീനർമാരായിട്ട്. ബാക്കി എല്ലാ സംഘടനകളും ഞങ്ങളൊക്കെ മെമ്പർമാരായിട്ടുള്ള അതിൽ 2-ാം തീയതി തന്നെ ഞങ്ങളെയൊക്കെ അവിടെ അറസ്റ്റ് ചെയ്തു. അതിൽ റണ്ണിങ് സ്റ്റാഫിൻ്റെ 2-ാം തീയതി ഫസ്റ്റ് ഇതിൽ എന്നെ അറസ്റ്റ് ചെയ്തു. അത് കഴിഞ്ഞ് അതിൻ്റെ തുടർച്ചയായിട്ട് പിന്നെ ALRCയുടെ I. രവീന്ദ്രൻ, അതുപോലെ ശ്രീകുമാർ, പിന്നെ അതും കൂടാതെ അങ്ങനെ ഇവിടെ നിന്ന് സ്വതന്ത്രയിലെ മസ്തൂർ യൂണിയൻ്റെ ഭാസ്കരൻ നായർ, പിന്നെ അങ്ങനെ വേറെ പരമേശ്വരൻ, അത് DRUവിൻ്റെ ആണ്, അത് റണ്ണിങ് സ്റ്റാഫായിരുന്നു. അതുപോലെ തൃശ്ശൂരിത് പിന്നെ കേൾക്കണ്ട അങ്ങനെ നിരവധി പേര്, ഈ പൗലോസ് അടക്കം പിന്നീടുള്ള ഓരോ ദിവസങ്ങളിൽ നിസാപ്രകാരം അറസ്റ്റ് ചെയ്യപ്പെട്ടവർ. 2-ാം തീയതി തുടങ്ങി അത് ഏതാണ്ട് ഒരു 10-15 വരെ ഇങ്ങനെ തുടർച്ചയായിട്ട് അറസ്റ്റുകൾ നടന്നു. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് CPMൻ്റെ ഷൊർണൂർ ലോക്കൽ സെക്രട്ടറി ആയിരുന്ന പത്മനാഭൻ നായർ അതുപോലെ ഒരു 4-ാം തീയതിയോട് കൂടി നിശാപ്രകാരം അറസ്റ്റ് ചെയ്ത് 28 പേര് ജയിലായി. അതുപോലെ പാലക്കാട് നിന്ന് CV കുഞ്ചിപ്പ, അതും ലോക്കൽ കമ്മിറ്റി CPMൻ്റെ, അതുപോലെ ട്രേഡ് യൂണിയൻ നേതാവ്, അതുപോലെ MS ഗോപാലകൃഷ്ണൻ. അദ്ദേഹം നമ്മുടെ സമരത്തിൻ്റെ 8-ാം തീയതിയിലത്തെ റാലിയിൽ പ്രസംഗിച്ചു എന്നുള്ള ഇതിൻ്റെ പേരിൽ അയാളെ CPM ആണ് അയാളെ ദിശാപ്രകാരം 28-ാം തീയതി വരെ ജയിലിൽ പഠിപ്പിച്ചു. ഈ രൂപത്തിൽ അതുപോലെ പ്രാദേശികമായിട്ട് ഈ പ്രവർത്തകരെ അറസ്റ്റ് ചെയ്യുകയും കോടതിയിൽ ഹാജരാക്കി ശിക്ഷിക്കുകയും ചെയ്തിട്ടുണ്ട്. പിന്നെ അങ്ങനെ അതുപോലെ തന്നെ ഇതുവരെ ഇല്ലാത്ത രൂപത്തിലുള്ള ഒരു വലിയ, അതായത് ഒരു യുദ്ധം നടത്തുന്ന മാതിരിയാണ് ഗവൺമെൻറ് ഇതിനെ കണ്ടത്. വീട് കുടിയിറക്കുക, വെള്ളവും വൈദ്യുതിയും വിച്ഛേദിക്കുക, അതുപോലെ പിടിച്ചുകൊണ്ടുപോയി മർദ്ദിക്കുക, ഈ രൂപത്തിൽ ഉള്ളൊരു പോലീസ് അർദ്ധസൈനിക വിഭാഗങ്ങൾ എല്ലാം ചേർത്തുകൊണ്ടുള്ള ഒരു ഇതാണ് ഈ സമരത്തെ സംബന്ധിച്ചുണ്ടായിട്ടുള്ളത്. പക്ഷെ അതിനെയൊക്കെ ധീരതയോടുകൂടി നേരിട്ടുകൊണ്ടാണ് ഈ സമരം മുന്നോട്ട് കൊണ്ടുപോകുന്നത്. സമരത്തെ സംബന്ധിച്ചിടത്തോളം ഏതാണ് പിന്നെ നല്ല നേരത്തെ തന്നെ തുടങ്ങി പല സ്ഥലത്ത്. 2-ാം തീയതിക്ക് ശേഷം 3, 4, 5 തീയതി അറസ്റ്റ് കഴിഞ്ഞപ്പോൾ അതിനുള്ള പ്രതികരണമായിട്ട് പല വർക്ക്ഷോപ്പുകളിലും നേരത്തെ സമരം അങ്ങനെ തുടങ്ങിയതിൻ്റെ. അതുപോലെ തന്നെ ഗവൺമെൻറ് പണിക്ക് കയറുന്നവർക്ക് നിയമനം വാഗ്ദാനം ചെയ്യും. അപ്പോൾ അത് വെച്ചുകൊണ്ട് ചിലരൊക്കെ കോൺഗ്രസ്സുകാർ അതുപോലുള്ള NFIRൻ്റെ പണിമുടക്കാത്ത ഒരു വിഭാഗം പണിമുടക്കിയിരുന്നു. ഇത് ആളുകളെ പ്രചോദിപ്പിച്ച് പണിക്ക് കയറ്റാൻ വേണ്ടി ശ്രമിച്ചിരുന്നു. അത് ചുരുക്കം നാമമാത്രമായിട്ടുള്ള ആൾക്കാരെ അങ്ങനെ പോയിട്ട് ജോലിക്ക് വേണ്ടി തിരിച്ചു കയറിയിട്ടുണ്ട്. ആ രൂപത്തിൽ മൊത്തത്തിൽ ഈ സമരത്തിൻ്റെ എന്ന് പറഞ്ഞാൽ സമരം അഖിലേന്ത്യാ അടിസ്ഥാനത്തിലായാലും ഇവിടെ സദേൺ റെയിൽവേയിലായാലും ഏറ്റവും നന്നായി പൂർണ്ണമായി 28 വരെ നിന്നെന്ന് പറയുന്ന ഒലവക്കോട് ഡിവിഷൻ അതിനകത്ത്, അത് എറണാകുളം വരെയുള്ള ഈ സെക്ഷനാണ്. എറണാകുളം വരെ ഒന്ന് പാലക്കാട് ഒലവക്കോട് ഡിവിഷൻ നടത്തിയിട്ടുണ്ട്. അപ്പം അങ്ങനെ പല മൊത്തത്തിൽ ഈ സമരം പിന്നെ കെട്ടടങ്ങാതെ നല്ല നിലയിൽ തന്നെയാണ് മുന്നോട്ട് പോയത്. പിൻവലിക്കുന്ന സ്റ്റേജിലും 10 ലക്ഷത്തോളം പേർ പണിമുടക്ക് ഉണ്ടായതായിട്ടാണ് കണക്കാക്കുന്നത്. ഒരു 10 ദിവസം കൂടി സമരം മുന്നോട്ട് പോയിരുന്നെങ്കിൽ ഈ കൽക്കരിയുടെ മൂവ്മെൻറ്റ് വളരെ ക്രിട്ടിക്കൽ ആയിരുന്നു. അത് ഫാക്ടറികളൊക്കെ അടച്ചുപൂട്ടേണ്ടി വരുമായിരുന്നു. അതുകൊണ്ട് ഈ സമരം ഇപ്പം പിൻവലിക്കേണ്ടതില്ല എന്നാണ് CIT പ്രതിനിധിയായിരുന്ന സമർ മുഖർജി ARFൻ്റെ തന്നെ പ്രിയത്തെയും ഈ പിൻവലിക്കുന്ന തീരുമാനത്തോട് എതിർത്ത് രേഖപ്പെടുത്തി. ഇതാണ് പൊതുവെ ഉള്ള നിലയിൽ. ഈ 20 ദിവസം നീണ്ടു നിന്നു എന്നുള്ളത്, ഇത്രയധികം 20 ലക്ഷം പേര് പങ്കെടുത്തു എന്നുള്ളത്
അതുതന്നെ ഈ ലീഡർഷിപ്പിൻ്റെ ഒരു അഭാവത്തിലും അത് സമരം വളരെ ശക്തമായി മുന്നോട്ട് പോയി എന്നുള്ളതും തീർച്ചയായിട്ടും ഒരു ചരിത്രമായിട്ടുള്ള ഒരു ഐതിഹാസികമായിട്ടുള്ള ഒരു സമരമായിട്ട് തന്നെ അതിനെ കാണണം. മാത്രമല്ല സമരത്തെ തുടർന്ന് അന്ന് ഉന്നയിച്ചിരുന്ന ആവശ്യം അത് പൂർണ്ണമായി നേടിയെടുക്കാൻ കഴിഞ്ഞു എന്നുള്ളത് ഈ സമരത്തിൻ്റെ ശരിമയും അതിൻ്റെ വിജയത്തെയുമാണ്. അതിനെ തുടർന്നാണ് ശമ്പള പരിഷ്കരണത്തിൻ്റെ കാര്യത്തിലായാലും ബോണസ് അനുവദിച്ചു. കാഷ്വൽ ലേബർ റെയിൽവേ തന്നെ പുതിയ തസ്തികകൾ സൃഷ്ടിച്ചു. നിലവിലുള്ള ഒഴിവുകളനുസരിച്ച് ചെയ്യല്ല. എത്ര കാഷ്വൽ ലേബർ ഇപ്പോൾ നിലവിലുണ്ടോ ആ കാഷ്വൽ ലേബറുടെ എണ്ണം, അതായത് ഒരു 3 വർഷം ഇത്ര ആൾക്കാരെ അവിടെ നിയോഗിച്ചിട്ടുണ്ടെങ്കിൽ അതിനുള്ള തസ്തിക ഡീകാഷ്വലൈസേഷൻ കൊണ്ടുവന്ന് അവരെ സ്ഥിരപ്പെടുത്തി. 8 മണിക്കൂർ എന്നുള്ളത് സ്വാഭാവികമായിട്ടും നേരത്തെ 10 മണിക്കൂറാണ് പരമാവധി നിശ്ചയിച്ചത്. എന്നാലും അതിൽ കുറേ ഇളവുകൾ പല മേഖലകളിലും ഉണ്ടായിട്ടുണ്ട്. പൂർണ്ണമായി 8 മണിക്കൂർ എന്നുള്ളത് മുഴുവനായിട്ട് ഇനിയും 12 മണിക്കൂർ പല സ്ഥലത്തും റിമോട്ട് ഏരിയ എന്നൊക്കെ പറഞ്ഞ് കൊടുക്കുന്നുണ്ട്. പക്ഷെ പൊതുവിൽ അത് അംഗീകരിക്കപ്പെട്ടു എന്നുള്ളത്. ക്ഷാമബത്തയുടെ കാര്യത്തിൽ പൂർണ്ണ സമീകരണം വന്നു. ശമ്പളത്തെ സംബന്ധിച്ച് പിന്നീട് വന്ന ശമ്പള കമ്മീഷനിൽ മെച്ചപ്പെട്ട ഫിക്സേഷൻ ഉണ്ടായി. 5-ൽ 40% കിട്ടി, 6-ൽ 54% കിട്ടി, 7-ലാണ് പിന്നെ കുറവ് വന്നിട്ടുള്ളത്. അതുപോലെ പെൻഷൻ ആനുകൂല്യങ്ങൾ വളരെ ഉദാരവൽക്കരിക്കപ്പെട്ടു. ഇന്ന് ഒരു പെൻഷനറുടെ ഇതുപോലും, അതായത് ആശ്രിതർക്ക് പോലും, അതായത് വിധവയായിട്ടുള്ള മക്കൾക്കടക്കം ഒരു സ്ഥിരമായിട്ട് പെൻഷൻ കിട്ടുന്ന രൂപത്തിൽ, ഇതൊക്കെ ഈ നേരത്തെ ഞാൻ പറഞ്ഞതുപോലെ വലിയ തൊഴിലാളികളുടെ വലിയൊരു ആങ്കറാണ്, വലിയൊരു രോഷമാണ്, അവരുടെ വലിയൊരു ഇതാണ് പൊട്ടിപ്പുറപ്പെട്ടത് എന്നുള്ളത് കൊണ്ട് തന്നെ അതിൻ്റെ സൂചന ഭരണകൂടത്തിന് മനസ്സിലാക്കേണ്ടി വന്നു. അത് പരിഹരിക്കുന്നതിനാവശ്യമായിട്ടുള്ള നടപടികൾ സ്വീകരിക്കേണ്ടി വന്നു എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്. അതാണ് 74 സമരത്തെ സംബന്ധിച്ചിടത്തോളം അതിൻ്റെ പ്രാധാന്യം. അതിൻ്റെ പാഠം ഇനി ഉൾക്കൊണ്ടുകൊണ്ട് ഇന്ന് ഇതെല്ലാം തിരിച്ചു പിടിക്കുന്നതിന് വേറെ രൂപത്തിൽ സ്വകാര്യ എന്ന് വെച്ചാൽ ശമ്പളം കൂടുതൽ കൊടുക്കുക എന്ന് പറഞ്ഞാൽ അത് റെയിൽവേ ജീവനക്കാരനെ അല്ലാതാക്കിയാൽ മതിയല്ലോ. കോൺട്രാക്ട് കൊണ്ടുവരിക, അതുപോലെ സ്വകാര്യവൽക്കരിക്കുക, അതുപോലെ വേക്കൻസി ഫില്ലപ്പ് ചെയ്യാതിരിക്കുക, പരോക്ഷമായിട്ട് നിങ്ങളെ കൊണ്ട് കൂടുതൽ ജോലി ചെയ്യിപ്പിക്കുക, ഇതെല്ലാം ഈ രൂപത്തിൽ ഇന്ന് റെയിൽവേ തന്നെ ഇല്ലാതാക്കുന്നതിനുള്ള ശ്രമം നടക്കുമ്പോൾ തൊഴിലാളികളുടെ പഴയ മാതിരിയുള്ള ഈ ഒരു ഇത് വീണ്ടും രോഷം സ്വാഭാവികമായും വരേണ്ടതാണ്. അതിനെ യോജിപ്പിക്കുന്നതിനുള്ള ഒരു യോജിച്ച മുന്നണി കെട്ടിപ്പടുക്കുക എന്നുള്ളത് ഏറ്റവും അടിയന്തരമായിട്ടുള്ള ആവശ്യമാണ്. ഇന്നാണെങ്കിൽ 73-ലെ 74-ൽ നമ്മൾ സമരം ചെയ്യുമ്പോൾ റെയിൽവേ തൊഴിലാളികൾ സമരത്തിന് വരുമ്പോൾ അവരെല്ലാ കേന്ദ്ര ട്രേഡ് ഉൾക്കൊള്ളിച്ചുകൊണ്ട് ഒരു സമരസമിതിക്ക് രൂപം കൊടുക്കുന്നു. ചരിത്രത്തിലാദ്യമാണ് ഒരു വ്യവസായത്തിലെ സമരത്തിന് മറ്റ് കേന്ദ്ര ട്രേഡ് യൂണിയനുകളുടെ പ്രതിനിധികളെ കൂടി ഉൾപ്പെടുത്തിക്കൊണ്ട് വെച്ചാൽ എല്ലാ വിഭാഗത്തെയും അതിനകത്ത് ഉൾക്കൊള്ളണമെന്ന്. CITU പക്ഷേ യൂണിയൻ ഇല്ലാത്ത സ്ഥലത്ത് പോലും ആ CITUവിനോട് ആഭിമുഖ്യമുള്ളവർ ഈ സമരത്തിൻ്റെ ഭാഗമാകണം എന്നൊരു തത്വമാണ് അതിനകത്ത് ആവിഷ്കരിച്ചത്. അതാണ് അതിൻ്റെ ഏറ്റവും പ്രാധാന്യം. എന്നാൽ ഇന്ന് നമ്മുടെ ട്രേഡ് യൂണിയൻ രംഗത്ത് നോക്കുമ്പോൾ ഒരു ഘട്ടത്തിൽ PMS ഉൾപ്പെടെ സമ്പൂർണമായ ഐക്യം ഗവൺമെൻറ് നയങ്ങളെ ചെറുക്കുന്ന കാര്യത്തിലുണ്ടായി, സമരങ്ങളുണ്ടായി. പക്ഷെ റെയിൽവേ തൊഴിലാളികൾക്ക് അതിനോട് ചേർന്ന് നിൽക്കാൻ കഴിഞ്ഞില്ല എന്നുള്ളത് സ്വാഭാവികമായും ഈ 74-ലെ സമരത്തിൻ്റെ പാരമ്പര്യം നമ്മൾ ഓർക്കുമ്പോൾ അതൊരു പോരായ്മയായി തന്നെ അവശേഷിക്കുന്നുണ്ട്. അന്ന് റെയിൽവേയിലെ ഈ ഐക്യം ഒരു അഭൂതപൂർവമായ സംഭവമായിരുന്നു. ഇന്ന് രാജ്യവാസകല തൊഴിലാളികൾ ഒന്നിക്കുമ്പോൾ, എല്ലാ സംഘടനാ വ്യത്യാസവും ഒന്നിക്കുമ്പോൾ അന്നത്തെ ഈ ഐക്യത്തിൻ്റെ സൃഷ്ടാക്കൾക്ക് ആ പാഠം ഉൾക്കൊണ്ടുകൊണ്ട് തങ്ങൾക്കിടയിൽ പൂർണ്ണമായ ഐക്യമുണ്ടാക്കി ഇതിനെ ചെറുക്കാൻ കഴിയില്ല എന്നുള്ളത് തീർച്ചയായും ചിന്തിപ്പിക്കേണ്ട ഒന്നാണ്. നമ്മളെ സംബന്ധിച്ച് വളരെ ഗൗരവമായി എടുക്കേണ്ട ഒരു സംഗതിയാണ്. അങ്ങനെ ഐക്യം സൃഷ്ടിച്ചാൽ അതിനുള്ള ഇന്നത്തെ നിലയിൽ നമ്മുടെ സംഘടനാ കഴിവ് ഓരോ സംഘടനയ്ക്കും വർദ്ധിച്ചിട്ടുണ്ട്. ഇതെല്ലാം കൂട്ടിച്ചേർക്കപ്പെടുകയാണെങ്കിൽ ആ ഒരു ആത്മവിശ്വാസം തൊഴിലാളി കൊടുക്കാൻ കഴിയുകയാണെങ്കിൽ ഈ നയങ്ങളെ, രാജ്യത്തെ തന്നെ നയങ്ങളെ നിയന്ത്രിക്കുന്നതിൽ, മാറ്റുന്നതിൽ തൊഴിലാളികൾക്ക് ഒരു സമ്പൂർണമായ പങ്കുവഹിക്കാൻ കഴിയും, ആധിപത്യം ചെലുത്താൻ കഴിയും. ആ നിലയിൽ വരുന്നതിന് വേണ്ടിയിട്ടുള്ള പരിശ്രമങ്ങളാണ്
74 സമരത്തിൻ്റെ സുവർണ ജൂബിലി ആഘോഷിക്കുമ്പോൾ തൊഴിലാളികൾക്ക് സംബന്ധിച്ചിടത്തോളം, തൊഴിലാളി പ്രവർത്തകരെ സംബന്ധിച്ചിടത്തോളം അവരുടെ സമര വാർഷികം എന്ന് പറയുന്നത് ഒരു ആചരണമല്ല, നേരെ മറിച്ച് അവരുടെ ദൃഢപ്രതിജ്ഞ പുതുക്കേണ്ടുന്ന, കഴിഞ്ഞ കാലത്ത് നമ്മുടെ ഇന്ന് അനുഭവിക്കുന്ന അവകാശങ്ങൾക്ക് വേണ്ടി പൊരുതിയിട്ടുള്ളവരെ ഓർക്കുന്നത് ഇന്നത്തെ പ്രവർത്തനം, ഇന്നത്തെ നമ്മുടെ പ്രശ്നങ്ങൾ കൂടുതൽ വേഗതയിൽ, കൂടുതൽ നല്ല നിലയിൽ ഈ നയങ്ങളെ ചെറുത്തുകൊണ്ട്, പരാജയപ്പെടുത്തിക്കൊണ്ട് നമ്മുടെ ജീവിതം മെച്ചപ്പെടുത്തുന്നതിന്, ഒരു സമത്വപൂർണമായ ലോകം സൃഷ്ടിക്കുന്നതിന് തൊഴിലാളി വർഗത്തിൻ്റെ പങ്ക് ഉറപ്പിക്കുന്ന തരത്തിലുള്ള പ്രവർത്തനങ്ങൾക്ക് വേണ്ടി പുനരർപ്പണം ചെയ്യുക എന്നുള്ളതാണ് അതിൻ്റെ കടമ എന്ന് ഞാൻ വിചാരിക്കുന്നു. ആ നിലയിൽ ഈ സുവർണ ജൂബിലി ആഘോഷം അതിൻ്റെ ഉദ്ദേശത്തിന്, അത് ഉദ്ദേശപ്രാപ്തിക്ക് സഹായിക്കട്ടെ എന്ന് മാത്രം